നമസ്കാരം. ചെറുവണ്ണൂർ ആസിഡ് ആക്രമണ കേസിലെ പ്രതി പ്രശാന്തിന്റെ മൊഴി പുറത്ത്. പ്രവിശ്യയുടെ മുഖം ആസിഡ് ഒഴിച്ച് വിരൂപമാക്കാനാണ് ശ്രമിച്ചതെന്നാണ് പ്രശാന്ത് പറഞ്ഞത്. ഒപ്പം താമസിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ആസിഡ് ഒഴിക്കാൻ തീരുമാനിച്ചത്. ആക്രമണത്തിന് മുന്നോടിയായി പരീക്ഷണം നടത്തിയെന്നും പ്രതി പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 9:30 ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത്. കൂട്ടാലിയുടെ പൂനത്ത് കാരടിപ്പറമ്പിൽ പ്രവിശ്യയുടെ മുഖത്തും നെഞ്ചിനും പുറത്തുമാണ് പൊള്ളലേറ്റത്. ആദ്യം സ്വന്തം കയ്യിൽ ഒഴിച്ചാണ് തൊലി കരിയുമോ എന്ന് നോക്കിയത്. ഗുരുതര പൊള്ളലേൽക്കുമെന്ന് മനസ്സിലായതോടെയാണ് കൃത്യം ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യം മൂത്ത മകനെ കൊണ്ട് കൃത്യം ചെയ്യിപ്പിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ കുട്ടി ഇതിന് തയ്യാറായില്ല. തുടർന്നാണ് ആസിഡ് കുപ്പിയുമായി പ്രവിശ്യ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയത്. കൂടെ വരാൻ പറ്റുമോ എന്ന് അവിടെ വെച്ചും പ്രവിശ്യയോട് ചോദിച്ചു. എന്നാൽ അവർ വിസമ്മതിച്ചു. തുടർന്നാണ് വണ്ടിയിൽ സൂക്ഷിച്ച ആസിഡ് പുറത്തെടുത്ത് പ്രവിശ്യയുടെ ശരീരത്തിൽ ഒഴിച്ചതെന്നും പ്രതി പറയുന്നു. മേപ്പയ്യൂരിലെ കടയിൽ നിന്നാണ് ആസിഡ് വാങ്ങിച്ചതെന്നും പ്രതി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 9:30 ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവതിക്ക് നേരെ മുൻ ഭർത്താവ് ആസിഡ് ആക്രമണം നടത്തിയത്. നടുവണ്ണൂർ കൂട്ടാലിയുടെ പൂനത്ത് കാരടിപ്പറമ്പിൽ പ്രവിശ്യയുടെ മുഖത്തും നെഞ്ചിനും പുറത്തുമാണ് പൊള്ളലേറ്റത്. പ്രവിശ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിനു ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെട്ട മുൻ ഭർത്താവ് നടുവണ്ണൂർ തിരുവോട് കാരടിപ്പറമ്പിൽ പ്രശാന്ത് മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലഹരിക്ക് അടിമയാണ് പ്രശാന്ത് എന്നാണ് പ്രവിശ്യയുടെ കുടുംബം പറയുന്നത്. നടുവേദനയ്ക്ക് ചികിത്സയ്ക്കായി 18-നാണ് പ്രവിശ്യ ആശുപത്രിയിലെത്തിയത്. ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പ്രശാന്ത് വാർഡിന് മുന്നിലെ വരാന്തയിലേക്ക് പ്രവിശ്യയെ വിളിക്കുകയായിരുന്നു. കയ്യിൽ സ്റ്റീൽ കുപ്പിയിൽ കരുതിയിരുന്ന ആസിഡ് പ്രവിശ്യയുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും ഒഴിച്ചു. പൊള്ളലേറ്റ് നിലവിളിയോടെ പിന്തിരിഞ്ഞോടവേ ശരീരത്തിന്റെ പിൻഭാഗത്തും ആസിഡ് ഒഴിച്ചു. രക്ഷപ്പെടാനായി വാർഡിലെ ബാത്റൂമിലേക്ക് പ്രവിശ്യ ഓടിക്കയറി. ഈ സമയം പ്രശാന്ത് റോഡരികിൽ നിർത്തിയ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. ആശുപത്രി ജീവനക്കാരും ഓടിയെത്തിയവരും പ്രവിശ്യയെ ഉടനെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ശരീരത്തിന്റെ 20% ഭാഗം പൊള്ളലേറ്റതായും അപകടനില തരണം ചെയ്തതായിട്ടുമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. മാരട് കോടതി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രവിശ്യയുടെ മൊഴി രേഖപ്പെടുത്തി. 3 വർഷം മുൻപാണ് കുടുംബ കോടതി വഴി ഇവർ ബന്ധം വേർപിരിഞ്ഞത്. ഇവരുടെ 2 ആൺകുട്ടികൾ അച്ഛനൊപ്പമാണ്. 1 വർഷം മുൻപ് വീട്ടിൽ കയറി പ്രവിശ്യയും അമ്മയും അടിച്ച് പരിക്കേൽപ്പിച്ചതിന് പ്രശാന്തിനെതിരെ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഉണ്ടായ നടുവേദനയ്ക്കാണ് ആയുർവേദ ചികിത്സ നടത്തിയതെന്ന് പറയുന്നു. 2 ദിവസം മുൻപ് പ്രശാന്ത് പ്രവിശ്യയെ കാണാനെത്തിയിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയാണ് പ്രവിശ്യ. പ്രശാന്ത് തൃശ്ശൂരിൽ ടാക്സി ഡ്രൈവറാണ്.